നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലൂപ്പാടം. ആദ്യം പ്രധാന വാർത്തകൾ. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്ത്യവിശ്രമം സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ. ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ പൊട്ടക്കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. മാള അമ്പഴക്കാട് വീണ്ടും ആടുകൾ കൊല്ലപ്പെട്ട നിലയിൽ. മാതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി മാതൃകയായി. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് നടത്തി. മണലിയിലെ പഞ്ചായത്ത് കിണറിൽ സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യം തള്ളിയ നിലയിൽ. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള രക്തപരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി. ചാലക്കുടി പറയൻതോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് പൂർത്തിയായി. വാർത്തകൾ വിശദമായി അറിയാം. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്തു. സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. സംസ്കാര ചടങ്ങിൽ ലോക നേതാക്കളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവന്നി ബാറ്റിസ്റ്ററിയാണ് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാർപ്പാപ്പയുടെ മൃതദേഹമുള്ള പെട്ടി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കും തുടർന്ന് സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്കും കൊണ്ടുപോയി. വിവിധങ്ങളായ അപ്പസ്തോലിക യാത്രയുടെ മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുന്ന കേന്ദ്രമായിരുന്നു മേരി മേജർ ബസിലിക്ക. വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു. റോമിലെ മേരി മേജർ ബസിലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോർഡ്സ് ചാപ്പലിനും നടുവിലായിട്ടാകണം തനിക്ക് ശവകുടീരം ഒരുക്കേണ്ടതെന്ന് പാപ്പ നേരത്തെ എഴുതിയിരുന്നു. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു. ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ വയോധികനാണെന്ന് സംശയം. നഗരസഭയുടെ കാടുപിടിച്ചു കിടക്കുന്ന കിണറിന് സമീപത്തെ തോട് വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി 10:30 മൃതദേഹം പുറത്തെടുത്തു. ശരീരം ജീർണിച്ച് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. ഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കം തോന്നുന്നതായി പോലീസ് പറഞ്ഞു. ബ്രഹ്മകുളം സ്വദേശിയായ മരക്കാർ വീട്ടിൽ അബ്ദുൾ റഹ്മാനെയാണ് കഴിഞ്ഞ 9 മുതൽ കാണാതായിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കൾ എത്തിയെങ്കിലും കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹം DNA ടെസ്റ്റിന് വിധേയമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടിയിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തൃശൂർ പറപ്പൂർ സ്വദേശി നാലുപുരയ്ക്കൽ സിദ്ധാർത്ഥിന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ദേശീയപാത ചാലക്കുടി ക്രിസന്റ് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം.
തൃശൂർ ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാറ്റോ സുമോ നിയന്ത്രണം വിട്ട് ഹൈമാസ് ലൈറ്റിന്റെ തൂണിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ രുക്മിണിയടക്കം 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റിപ്പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവറും സഹായിയും നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മലപ്പുറത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുതക്കാട് പള്ളിക്ക് സമീപം വെച്ച് മറിഞ്ഞത്. അമിത ലോഡുമായി എത്തിയ ലോറി മറിഞ്ഞതിനെ തുടർന്ന് കരുതക്കാട് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചു. മാള അമ്പഴക്കാട് വീണ്ടും ആടുകൾ കൊല്ലപ്പെട്ട നിലയിൽ. മാള അമ്പഴക്കാട് ആടുകൾ കൊല്ലപ്പെട്ട നിലയിൽ. പന്നിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് അജ്ഞാത ജീവി കൊന്നിട്ടുള്ളത്. ഒരെണ്ണത്തിനെ ഭാഗികമായി തിന്ന നിലയിലാണ്. ഈ മേഖലയിൽ ആടുകൾ കൊല്ലപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. മാതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി മാതൃകയായി. പുതുക്കാട് തെക്കേത്തല വീട്ടിൽ വറീദ ഭാര്യ ഏല്യക്കുട്ടിയുടെ 5ാം ചരമവാർഷിക ദിനത്തിൽ മകൻ വർഗീസ് തെക്കേത്തലയാണ് അശരണ രോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. വർഷങ്ങളായി ആശുപത്രി ഉപകരണങ്ങൾ സൗജന്യമായി നൽകിവരുന്ന സന്നദ്ധ സംഘടനയായ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകർക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത്. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രീബനൻ ചുണ്ടേലിപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ്, ആനന്ദൻ മാളിയേക്കൽ, രമ്യ കിള്ളിയറ, അന്തോണി തെക്കേത്തല, ഡേവിസ് ഐനിക്കൽ മറ്റ് കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് നടത്തി. രാസലഹരി ഉപയോഗവും വിപണനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിനൊപ്പം AIYF ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി. AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈവനിംഗ് വാക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. AIYF ഈവനിംഗ് വാക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ആമ്പല്ലൂർ PS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK മിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, VR സുരേഷ്, VK അനീഷ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ KS, VS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ് സ്വാഗതവും PU ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മണലിയിലെ പഞ്ചായത്ത് കിണറിൽ സാമൂഹ്യ വിരുദ്ധർ അറവ് മാലിന്യം തള്ളിയ നിലയിൽ. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ കിണറ്റിലാണ് ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയത്. പ്രദേശത്ത് രൂക്ഷമായ ഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാരാണ് കിണറിൽ അറവു മാലിന്യം കണ്ടെത്തിയത്. 8ഓളം ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളത് പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് അധികൃതർ. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള രക്തപരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി. ലോക മലമ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു മാടാന നിർവഹിച്ചു. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ വിഷയാവതരണം നടത്തി. പരിയാരം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാസെൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജീബ്, പ്രിയേഷ്, സുമൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
ഡോക്ടർ ചൈത്രയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ ജില്ലയിലെ മിസ്റ്റ് ടീം പരിശോധനാ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ 100 അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. സംസ്ഥാനമൊട്ടുക്ക് ആരോഗ്യത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെ ആണ് നമ്മൾ ആചരിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യത്തോടു വേണ്ടിയാണ് നമ്മളിത് കൈകാര്യം ചെയ്യണത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് ചാലക്കുടി പറയന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് പൂർത്തിയായി. പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി 2 വർഷത്തോളമായിട്ടും ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ യാത്രാക്ലേശം ഏറെ അനുഭവിച്ചിരുന്ന തച്ചുടപ്പറമ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായി. 1957 നിർമ്മിച്ച പഴയ പറയൻതോട് പാലം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് 50 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 2 വർഷം മുൻപാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇരുഭാഗത്തേക്കുമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനുള്ള തുക എസ്റ്റിമേറ്റിൽ തികയാതെ വന്നതിനെ തുടർന്ന് താൽക്കാലികമായി വാഹനം കടത്തിവിടുന്നതിനുള്ള പ്രവൃത്തി കരാറുകാരനെ കൊണ്ട് പ്രത്യേകമായി ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് 3 ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിച്ചത്. യാത്രാ ദുരിതം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കരാറുകാരൻ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയതെന്നും ഇരുഭാഗത്തെയും കോൺക്രീറ്റ് വർക്കുകൾ കൂടി അടുത്ത ദിവസം പൂർത്തിയാക്കുമെന്നും ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്ത്യവിശ്രമം സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ. ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ പൊട്ടക്കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. മാള അമ്പഴക്കാട് വീണ്ടും ആടുകൾ കൊല്ലപ്പെട്ട നിലയിൽ. മാതാവിന്റെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി മാതൃകയായി. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് നടത്തി. മണലിയിലെ പഞ്ചായത്ത് കിണറിൽ സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യം തള്ളിയ നിലയിൽ. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള രക്തപരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി. ചാലക്കുടി പറയൻതോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് പൂർത്തിയായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.